നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ പറയാനായിട്ട് ഓരോരോ ഹീറോസ് കാണും. 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എൻ്റെ മോനോട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാറില് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയതും ഹീറോ ആയി തോന്നിയിട്ടുള്ളത് ആരെന്ന് ചോദിച്ചാൽ അവൻ പറയും, അമ്മേ മഹാത്മാഗാന്ധി. ഇറ്റ്സ് ഫൈൻ, ഹീസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ. പക്ഷേ ചരിത്രം പഠിച്ചത് മുതൽ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഹീറോ ആയി തോന്നിയിട്ടുള്ളത് 2 പേരെയാണ്. ചരിത്രം എന്നത് പഠിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമായിരുന്നു. പിന്നീട് ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നവുമായിട്ടാണ് ഞാൻ ചരിത്രം പഠിക്കാൻ ഇറങ്ങുന്നത്. അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഇന്ന് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഫെബിൻ. അവനാണ് എന്നെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ എന്നെ അനുവദിച്ചത്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് ഞാൻ കാണാപ്പാടം പറഞ്ഞു പഠിക്കുമ്പോൾ അവൻ പറയും, നീ ഇങ്ങനെ പഠിച്ചാൽ ഇന്ന് പഠിച്ചത് നാളെ മറന്നു പോകും. എന്താണ് അവിടെ നടന്നത്, അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ, ഇതൊക്കെ നീ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കാണും. എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും കൂടുതൽ വിവരങ്ങൾ എവിടെ നിന്നൊക്കെയോ കിട്ടാവുന്നോ അവിടെ നിന്നൊക്കെ അറിഞ്ഞ് പഠിക്കാൻ പറഞ്ഞു. പിന്നീട് കിട്ടാവുന്നതെല്ലാം ഞങ്ങൾ 4 പേരും പല രീതിയിൽ കളക്ട് ചെയ്ത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പഠിക്കും. അങ്ങനെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തുടങ്ങി. ഇന്നും കുറച്ച് എന്തൊക്കെയോ മാത്രമാണ് എനിക്ക് അറിയുന്നത്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൺ ജയിലിൽ വെച്ച് ഒരാൾ എങ്ങനെ എഴുതി, ഇത്രയും വേഗം മരിക്കുന്നതിന് എനിക്ക് തെല്ലും ഭയമില്ല. ഞാൻ മരണത്തെ പരിണയിക്കുകയാണ്. എൻ്റെ രാജ്യത്തിൻ്റെ ഒരു പടയാളിയാണ് ഞാൻ. 10 വർഷങ്ങൾക്കു ശേഷം ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോവുകയാണ്. ഇപ്രകാരമുള്ള ഈ കത്ത് ബ്രിട്ടീഷ് കോടതി വർഷങ്ങൾ രഹസ്യമാക്കി വയ്ക്കുകയുണ്ടായി. അതെ, ഭഗത് സിംഗ്, ഉധം സിംഗ്, ഇവരാണ് എൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ എൻ്റെ റിയൽ ഹീറോ. ഡിസംബർ 26 സാംഗ്രൂട്ട് ജില്ലയിലെ സുനാം എന്ന പട്ടണത്തിൽ ഉധം സിംഗ് ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിക്കുന്നത്. അച്ഛൻ ടഹാൻ സിംഗ്, സഹോദരൻ മുന്താം സിംഗ്, യഥാർത്ഥ പേര് ഷേർ സിംഗ്. അച്ഛൻ തൊട്ടടുത്തുള്ള പട്ടണത്തിലെ ഉപാലിൽ റെയിൽവേ ക്രോസിംഗ് വാച്ച്മാനായി ജോലി ചെയ്യുകയായിരുന്നു. കുട്ടിയായിരിക്കെ തന്നെ അമ്മ മരിക്കുന്നു. അച്ഛൻ തന്റെ കുട്ടികളെയും കൊണ്ട് അമൃത്സറിലേക്ക് താമസം മാറുന്നു. പിന്നീട് 8 വയസ്സുള്ള ഉധം സിംഗിനെ തനിച്ചാക്കിക്കൊണ്ട് അച്ഛനും മരണപ്പെട്ടു. പിന്നീട് 1907 ഒക്ടോബർ 24 ദ സെൻട്രൽ ഖൽസ അനാഥാലയത്തിലേക്ക് ഈ 2 കുട്ടികളും എത്തിച്ചേർന്നു. പിന്നീട് സിഖ് മതപ്രകാരം ഷേർ സിംഗ് എന്നത് ഉധം സിംഗും മുന്താം സിംഗ് സാധു സിംഗുമായി തീർന്നു. പിന്നീട് 1917 ഉധം സിംഗിനെ തനിച്ചാക്കിക്കൊണ്ട് സഹോദരൻ മരണപ്പെടുന്നു. 1918 മെട്രിക്കുലേഷൻ പരീക്ഷയൊക്കെ പാസ്സായി ഉധം സിംഗ് അനാഥാലയം വിടുകയാണ് ഉണ്ടായത്. അനാഥാലയത്തിൽ നിന്ന് പോന്ന ഉധം സിംഗ് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു സ്ഥാപിച്ച സൗരാജ് എന്ന ആശ്രമവുമായി ബന്ധം സ്ഥാപിച്ചു. കൂടുതൽ വിപ്ലവകാരികളുമായി അദ്ദേഹത്തിന് ബന്ധം സ്ഥാപിക്കുന്നതിന് ഇത് വളരെയധികം സഹായിച്ചു. കുറച്ചു കാലത്തിനു ശേഷം ലാലാ ലജ്പത് റായ്, കിഷൻ സിംഗ്, ഭഗത് സിംഗ് എന്നിവരെയൊക്കെ കണ്ടുമുട്ടി. ഭഗത് സിംഗിന്റെ വിപ്ലവ സങ്കല്പങ്ങൾ, ആശയങ്ങൾ ഉധം സിംഗിൽ സ്വാധീനം ചെലുത്തി. ഭഗത് സിംഗിനെ ഒരു മാർഗദർശിയായും അദ്ദേഹം കണ്ടിരുന്നു. വിപ്ലവ ഗാനങ്ങൾ ആലപിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഉധം സിംഗ് അക്കാലത്തെ വിപ്ലവകാരികളുടെ പ്രധാന കവിയായിരുന്ന രാം പ്രസാദ് ബിസ്മിലിനെ ഏറെ ഇഷ്ടപ്പെട്ടു. 1918 കാലത്ത് സൈന്യത്തിൽ ജോലി നോക്കിയിരുന്നു. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഉപേക്ഷിച്ചു. അതിനപ്പുറമാണ് ഇന്ത്യയെ നടുക്കിയ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. 1919 ഏപ്രിൽ 13 ഇന്ത്യയെ നടുക്കിയ ഉധം സിംഗിൽ പ്രതികാരത്തിന്റെ അഗ്നി ജ്വലിപ്പിച്ച സംഭവം. കുട്ടികൾ, അമ്മമാർ, പ്രായമായവർ, സിഖുകാർ, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ എന്നിങ്ങനെ ആയിരക്കണക്കിന് പേരാണ് അന്ന് അവിടെ ഒത്തുകൂടിയത്.
എന്തിനു വേണ്ടിയാണ് അവർ ഒത്തുകൂടിയത്? ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ വേണ്ടി. എന്താണ് കാരണം? 1919 മാർച്ച് 18 ഇന്ത്യയിൽ ഒരു കരിനിയമം പാസാക്കുകയുണ്ടായി. റൗലറ്റ് ആക്ട്, ദ അനാർക്കിയൽ റവല്യൂഷണറി ആക്ട്. ഈ ആക്ട് പാസാക്കിയത് സർ സിഡ്നി റൗലറ്റ് ആണ്. എന്താണ് ഈ ആക്ട്? ഒരു കാര്യവുമില്ലാതെ ഒരാളെ എന്തിനോ വേണ്ടി എപ്പോഴായാലും അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടങ്കലിൽ വെക്കാം. മാധ്യമങ്ങൾക്കോ കടുത്ത നിയന്ത്രണവും. 1915 ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് തീവ്ര ദേശീയവാദ മുന്നേറ്റം തടയുക എന്നതും ബ്രിട്ടീഷുകാരുടെ ഒരാവശ്യമായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ആ മൈതാനത്തിൽ ഒത്തുകൂടിയതായിരുന്നു ആ ജനങ്ങൾ. ജാലിയൻ വാലാബാഗ് മൈതാനിക്ക് 4 കവാടങ്ങളാണുള്ളത്. 3 ബ്രിട്ടീഷ് പട്ടാളം അടച്ചു. യന്ത്രങ്ങൾ ഘടിപ്പിച്ച തോക്കുമായി അവരെത്തി. ജാലിയൻ വാലാബാഗിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാനായി ഉധം സിംഗും ഉണ്ടായിരുന്നു അവിടെ. യന്ത്രവൽകൃത തോക്കുകളുമായി സായുധ സേനയെത്തി. പട്ടാളക്കാർ യാതൊരു മുന്നറിയിപ്പും ജനങ്ങൾക്ക് കൊടുക്കാതെ നിറയൊഴിക്കാൻ മൈക്കിൾ ഡയർ നേതൃത്വം നൽകി. 1650 റൗണ്ട് വെടിവയ്പ്പുകൾ നടന്നെന്നാണ് കണക്കുകൾ പറയുന്നത്. തോക്കിലെ വെടിയുണ്ടകൾ തീരുന്നതുവരെ അവർ വെടിവെച്ചു. 10 മുതൽ 15 മിനിറ്റ് വരെ ആ വെടിവെപ്പ് തുടർന്നെന്നാണ് പറയുന്നത്. നിലത്ത് പറ്റിച്ചേർന്ന ഉധം സിംഗ് എങ്ങനെയോ രക്ഷപ്പെട്ടു. തിക്കിലും തിരക്കിലും ആളുകൾ രക്ഷപ്പെടാനായി ഓടി. ചില ആളുകൾ കിണറിൽ ചാടി രക്ഷപ്പെടാൻ നോക്കി. എല്ലാം കഴിഞ്ഞു നോക്കിയപ്പോൾ കിണറിൽ നിന്ന് 120 മൃതദേഹങ്ങൾ കിട്ടിയെന്നാണ് പറയുന്നത്. 379 പേർ മരിച്ചെന്നാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കണക്കുകൾ പറയുന്നത്. പക്ഷേ 300 മുതൽ 1800 പേർ മരിച്ചെന്നാണ് ഇന്ത്യൻ കണക്കുകൾ പ്രകാരം ഏകദേശം പറയുന്നത്. ഓരോ മനുഷ്യനും ഇന്ത്യയിൽ മറക്കാനാകാത്തൊരു സംഭവമാണ് ജാലിയൻ വാലാബാഗിൽ നടന്നത്. ഉധം സിംഗ് തൻ്റെ സുഹൃത്ത് മരിക്കുന്നത് കൺമുന്നിൽ കണ്ടിട്ട് അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അദ്ദേഹം തൊട്ടടുത്ത ഗോൾഡൻ ടെമ്പിളിലേക്ക് ഓടി. ഗോൾഡൻ ടെമ്പിളിൽ പോയി പ്രതിജ്ഞയെടുത്തു. ഇതിന് കാരണക്കാരനായവനെ ഞാൻ വക വരുത്തുക തന്നെ ചെയ്യും. അതിനുവേണ്ടി അദ്ദേഹം കാത്തിരുന്നത് 1-2 വർഷങ്ങളല്ല, നീണ്ട 21 വർഷങ്ങളാണ് കാത്തിരുന്നത്. തുടർന്ന് 1940 മാർച്ച് 13 അദ്ദേഹം സാമ്രാജ്യ തലസ്ഥാനമായ ബ്രിട്ടനിൽ വെച്ച് ലണ്ടനിലെ ക്യാപ്സ്റ്റൺ ഹാളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന മൈക്കിൾ ഡയറിനെ വെടിവെച്ച് വീഴ്ത്തി. അദ്ദേഹം പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിന്നു ഉധം സിംഗ്. വിചാരണവേളക്കിടയിൽ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാം മുഹമ്മദ് സിംഗ് ആസാദ്. ഇന്ത്യ ഒന്നാണെന്നും തന്റെ യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് എതിരാണെന്നും തങ്ങൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. തുടർന്ന് 1941 ജൂലൈ 31 ബ്രിട്ടനിലെ പെൻറ്റൺ വില്ലേജിൽ വെച്ച് അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടു. തുടർന്ന് 1974 അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇന്ത്യയിലേക്ക് അയച്ചു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ, പഞ്ചാബ് മുഖ്യമന്ത്രി ഗ്യാനി സെയിൽ സിംഗ് എന്നിവർ ആ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി. അങ്ങനെ ആ വിപ്ലവ നക്ഷത്രം ഇന്ത്യക്ക് വേണ്ടി പൊലിഞ്ഞിരിക്കുന്നു. ഇത്രയും വേഗം മരിക്കുന്നതിന് ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. ഞാൻ മരണത്തെ പരിണയിക്കുകയാണ്. എനിക്ക് തെല്ലും ദുഃഖമില്ല. എൻ്റെ രാജ്യത്തിൻ്റെ ഒരു പടയാളിയാണ് ഞാൻ. എൻ്റെ സുഹൃത്ത് ഭഗത് സിംഗ് എന്നെ തനിച്ചാക്കി പോയിട്ട് 10 വർഷങ്ങളായിരിക്കുന്നു. എൻ്റെ മരണശേഷം എനിക്ക് അദ്ദേഹത്തെ കാണാമെന്ന് ഉറപ്പുണ്ട്. അദ്ദേഹം എന്നെ കാത്തിരിക്കുകയാണ്. റിയൽ ഹീറോസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണുള്ളത്. എന്റെ കാഴ്ചപ്പാടായിരിക്കില്ല നിങ്ങൾക്കുള്ളത്. വുമൻസ് പവറിൽ ഏറ്റവും ഇഷ്ടം ആരെയെന്നൊക്കെ ചോദിച്ചാൽ ഝാൻസി റാണിയെന്ന് ചിലരൊക്കെ പറയുമെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ആനി ബസന്റിനെയും മാഡം ബിക്കാജി കാമയെയൊക്കെയാണ്. മറ്റൊരു രാജ്യത്ത് നിന്ന് വന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ നമ്മളോടൊത്ത് പ്രവർത്തിച്ച അവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അഹിംസയിലൂടെ മാത്രം ഇന്ത്യക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കില്ലെന്ന എന്റെ കാഴ്ചപ്പാടായിരിക്കാം എന്നെ ഗാന്ധിജിയെ റിയൽ ഹീറോ ആക്കാത്തത്.